വയനാട് വാകേരയിൽ കടുവയുടെ ആക്രമണത്തിനിരയായി മരിച്ച പ്രജീഷിന്റെ വേർപാടിൽ ഒരു നാടിന്റെ നൊമ്പരം ഇനിയും മാറുന്നില്ല. 6ാം ദിവസവും കടുവയ്ക്കായുള്ള തിരച്ചിൽ വിഫലമായി. മറ്റൊരു കുടുംബത്തിനും ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുതെന്നും കടുവയെ ജീവനോടെ വാകേരയിൽ നിന്ന് കൊണ്ടുപോകരുതെന്നും പ്രജീഷിന്റെ കുടുംബാംഗങ്ങൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച പുല്ലരിയാൻ പോയ പ്രജീഷ് കടുവയുടെ ആക്രമണത്തിനിരയായി ദാരുണമായി മരിക്കുകയും പാതി ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. മരണവിവരം അറിഞ്ഞെത്തിയ പ്രജീഷിന്റെ സുഹൃത്ത് സിബിക്ക് ഇനിയും ഞെട്ടൽ മാറിയിട്ടില്ല. ഇഞ്ചി നടുവായിരുന്നു ഇവിടെ എല്ലാവരും. തേക്കിന്ന് ചപ്പടിച്ചു വെക്കും ഈ ആദിവാസി പെണ്ണുങ്ങളെ കൊണ്ട്. എന്നിട്ട് എപ്പോഴാ വന്ന് കയറ്റുന്ന ചോദിച്ചാൽ വെളുപ്പിനെ കയറ്റിയാലേ ഇത് ഒതുങ്ങി കിട്ടുള്ളൂ. അതിനൊക്കെ ചക്കായി ആയിരുന്നു ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ ട്രാക്ടർ കുടുങ്ങിയാൽ ഏറ്റവും പശിലെ വന്നിട്ട് ഇതേപോലത്തെ ടാറിങ് വഴിയോ കോൺക്രീറ്റ് വഴിയോ എല്ലാവരും നിന്നു. ഇവിടെ വെറും മണ്ണ് വഴിയായിരുന്നു. ഭയങ്കര കഷ്ടപ്പെട്ട് ട്രാക്ടർ ഇറക്കിപ്പോയി. ഞങ്ങൾ ഒരു ദിവസം പട്ടിണി കിടന്നിട്ട് ട്രാക്ടർ ഇട്ടിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. ഇവിടെ ഒരാൾക്കൊരു അനുഭവം വന്നാലേ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരെ തൊട്ട് ഞങ്ങൾ കുത്തിക്കൊല്ലോ, അത്ര തന്നെ. വിവാഹം പോലും കഴിക്കാതെ അമ്മ ശാരദയ്ക്കൊപ്പം കഴിഞ്ഞിരുന്ന പ്രജീഷിനെ എല്ലാം ഈ പശുക്കളും ആടുകളുമായിരുന്നു. തങ്ങൾക്ക് തീറ്റ തേടിപ്പോയ ഇടയൻ അതിനിടെ തന്റെ ജീവൻ ബലി കഴിക്കപ്പെട്ടതറിയാതെ ആരോ നൽകിയ പുല്ലും ചപ്പും തിന്ന് ആലയിലുണ്ട്. പുല്ലരിഞ്ഞ് കെട്ടുകളാക്കി കൊണ്ടുവരാൻ പ്രജീഷ് ഉപയോഗിച്ച ജീപ്പ് ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കൾ വീട്ടിലെത്തിച്ചു. തങ്ങൾക്കോ കുടുംബത്തിലെ ഇനിയൊരാൾക്കും ഈ ഗതി വരാതിരിക്കാൻ കടുവയെ വെടിവെച്ചു കൊല്ലുക തന്നെ വേണമെന്ന് കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. നഷ്ടപ്പെടുന്ന എന്തായാലും പോയി. ഇനി മൈക്കോട് വെച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അപ്പൊ വേറെ ഒരു കുടുംബത്തിന് ഇത് തന്നെ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരെ കാണിച്ചിട്ട് കൊണ്ടുപോകണം. ഇവര് വെടിവെച്ച് കൊന്നിട്ട്, അല്ലാതെ നാട്ടുകാരെ കാണിക്കാതെ രാത്രിയും പകലായിട്ട് കൊണ്ടുപോകരുത്. ഈ നാട്ടിലുള്ള മൊത്തം ആൾക്കാരെ കാണിക്കണം. ഇവർ വെടിവെച്ച് കൊന്നുള്ള ഒരു ഉറപ്പ് കാണിച്ചിട്ടേ പോകാവുള്ളൂ. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ പിടികൂടുന്ന വിദഗ്ധരെത്തിയിട്ടും കടുവയെ പിടികൂടാനായില്ല. ഏറ്റവും ഒടുവിൽ ഈ കുഞ്ഞാടിനെ കെട്ടി കൂടൊരുക്കി കൂട്ടിൽ കുടുങ്ങുമെന്ന പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്നാൽ ജീവനോടെ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുതെന്ന് പ്രജീഷിന്റെ പിതൃ സഹോദരി കേരള വിഷനോട് പറഞ്ഞു. ആരും ഇല്ലാതായിപ്പോയി ഈ വീട്ടിലെ ഏറ്റവും വലിയ കഷ്ടപ്പെട്ട് അവനായിരുന്നു ഈ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് എൻ്റെ കൊച്ചിവിടെ പിന്നെ ചെയ്തത്. കൂലിപ്പണി എടുക്കണ പ്രായത്തിൽ അച്ഛന് വയ്യാതായിപ്പോയി, അച്ഛനങ്ങനെ ആയിപ്പോയി. പോയി കഴിഞ്ഞ് ഈ കൊച്ചു ജോലിക്ക് പോയി കഴിഞ്ഞ് ഈ അമ്മയും മോനും ഈ പശുവും ഈ ആടുമായിട്ടായിരുന്നു അവരുടെ ജീവിതം മൊത്തം. അപ്പം ആ കടുവേനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ തന്നെ ഇട്ടിട്ട് വെടിവെച്ച് കൊല്ലണം. വാകേരിയിൽ പ്രജീഷിനെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്ന് 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഡ്രോൺ ക്യാമറകളും നിരീക്ഷണ ക്യാമറകളും 80 അംഗ വനപാലക സംഘവും തിരച്ചിൽ നടത്തിയിട്ടും ഇതുവരെയും കടുവയെ വെടിവെച്ചു കൊല്ലാൻ സാധിച്ചിട്ടില്ല. എത്രയും വേഗം അതിനുള്ള സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാരുള്ളത്. CV ഷിബു, കേരള വിഷൻ ന്യൂസ്, വയനാട്.